നമസ്കാരം, എല്ലാവർക്കും വേ ടു പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് ആത്മകഥകൾ നോക്കാം. കുറച്ച് എഴുത്തുകാരും പിന്നെ കുറച്ച് സ്പോർട്സിലെ ആൾക്കാരും പിന്നെ കുറച്ച് സാമൂഹ്യ പ്രവർത്തകരും ഇവരുടെ എല്ലാം ആത്മകഥകൾ നോക്കാം. മലയാളത്തിലെ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് പി വത്സല. പി വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം. ഈ പി വത്സലയ്ക്ക് നെല്ല് എന്ന നോവലിന് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിഴലുറങ്ങുന്ന വഴികൾ എന്നൊരു നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൂടി ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ 2023 നവംബറിലാണ് ഇവർ മരിച്ചത്. അതുകൊണ്ട് ഇവരുടെ ആത്മകഥയ്ക്ക് മുമ്പ് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരുടെ ആത്മകഥയാണ് കിളിക്കാലം. മലയാള സിനിമയിലെ ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, സംഗീത സംവിധായകൻ, നിർമ്മാതാവ്, കവി, നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം. ഈ ആത്മകഥയ്ക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ മലയാളത്തിലെ നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ. അക്ഷരങ്ങളെ സ്നേഹിക്കുകയും അവയെ സമരത്തിൻ്റെ പടവാളാക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ് KP കേശവമേനോൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. മലയാളത്തിലെ പ്രമുഖ ദിനപത്രമായ മാതൃഭൂമി സ്ഥാപിച്ചതും ഈ KP കേശവമേനോനാണ്. നവോത്ഥാന നായകൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനാണ് VT ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഇനി VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രധാനപ്പെട്ടൊരു നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെ തന്നെ പ്രമുഖയായ ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ ആത്മകഥ പറയുമ്പോൾ 2 പുസ്തകങ്ങൾ പറയാറുണ്ട്: എൻ്റെ കഥയും നീർമാതളം പൂത്ത കാലവും. മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനാണ് തിക്കോടിയൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ. മലയാളത്തിലെ പ്രസിദ്ധനായ നാടകകൃത്തും തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനുമാണ് തോപ്പിൽ ഭാസി. തോപ്പിൽ ഭാസിയുടെ ആത്മകഥയാണ് ഒളിവിലെ ഓർമ്മകൾ. പി എന്ന തൂലികാനാമത്തിലൂടെ അറിയപ്പെടുന്ന P കുഞ്ഞിരാമൻ നായർ മലയാളത്തിലെ പ്രസിദ്ധനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് G ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. മലയാളത്തിലെ പ്രസിദ്ധനായ എഴുത്തുകാരനായ SK പൊറ്റേക്കാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ എന്നിവയെല്ലാം SK പൊറ്റേക്കാടിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. മലയാളത്തിലെ പ്രസിദ്ധിയായ എഴുത്തുകാരിയാണ് KR മീര. KR മീരയുടെ ആത്മകഥയാണ് മഴയിൽ പറക്കുന്ന പക്ഷികൾ. KR മീരയ്ക്ക് ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ KR മീരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ആരാച്ചാർ. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകനുമാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. മലയാളത്തിലെ പ്രമുഖയായ കഥാകൃത്തും നോവലിസ്റ്റുമാണ് ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ് മായാത്ത മഴവില്ല്. ഇനി ഇവരുടെ ഒരു പ്രധാനപ്പെട്ട നോവലാണ് അഗ്നിസാക്ഷി. ഇന്ത്യൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുമാണ് EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ. ഇദ്ദേഹത്തിന് കൂടാതെ സർദാർ KM പണിക്കരുടെ ആത്മകഥയും ആത്മകഥ എന്ന് തന്നെയാണ്. അപ്പോൾ EMS നമ്പൂതിരിപ്പാടിൻ്റെയും സർദാർ KM പണിക്കരുടെയും ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന AK ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത കഥ. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം എന്നത്.
ഇനി കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇ.കെ. നായനാരുടെ ആത്മകഥയാണ് മൈ സ്ട്രഗിൾസ് ആൻഡ് ഓട്ടോബയോഗ്രഫി. ലീഡർ എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ. കരുണാകരൻ്റെ ആത്മകഥയാണ് പതറാതെ മുന്നോട്ട്. ഇനി കേരളത്തിലെ മുൻ ആരോഗ്യമന്ത്രി കെ. ശൈലജയുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഇനി നമുക്ക് സ്പോർട്സ് മേഖലയിലേക്ക് പോകാം. സ്പോർട്സ് മേഖലയിലെ വ്യക്തികളുടെ ആത്മകഥകൾ നോക്കാം. ഇന്ത്യൻ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രയുടെ ആത്മകഥയാണ് എ ഷോട്ട് അറ്റ് ഹിസ്റ്ററി മൈ ഒബ്സസീവ് ജേർണി ടു ഒളിമ്പിക് ഗോൾഡ്. ക്രിക്കറ്റിൻ്റെ ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിരുന്ന കപിൽ ദേവിൻ്റെ ആത്മകഥയാണ് സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട്. ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ മറ്റൊരു താരമായ യുവരാജ് സിംഗിൻ്റെ ആത്മകഥയാണ് ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്. സുനിൽ ഗവാസ്കറുടെ ആത്മകഥയാണ് സണ്ണി ഡേയ്സ്. ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം സൈന നെഹ്വാളിൻ്റെ ആത്മകഥയാണ് പ്ലേയിങ് ടു വിൻ. ഇന്ത്യൻ ബോക്സിംഗ് താരമായിരുന്ന മേരി കോമിൻ്റെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ. അത്ലറ്റായിരുന്ന മിൽഖ സിംഗിൻ്റെ ആത്മകഥയാണ് ദ റേസ് ഓഫ് മൈ ലൈഫ്. ഇനി ഞാൻ പറയും, നമുക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്, നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ് വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ. ഇതിൻ്റെ നോട്ട് ഞാൻ നമ്മളെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് കൊടുക്കാം.